നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വീട്ടിൽ ഒരു അധികാരമില്ലാത്തവളാ ഞാൻ. ഈ വീട്ടിലുള്ളവരുടെ കനിവ് കൊണ്ട് മാത്രം ജീവനോടെ നിൽക്കുന്നവള്. അവരെന്നെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ് തിരിച്ചു പോ. അവരോടൊക്കെ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അവളെ എന്റെ മുമ്പിൽ തോറ്റിരിക്കണം. ഹലോ. ആ രാധിക, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. വേണ്ട. സംസാരിച്ചേ പറ്റൂ. ഇല്ല വരുൺ, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമില്ല. എടോ ഞാനിവിടെ തന്റെ തൊട്ടടുത്തുണ്ട്, ഈ ജനലിന്റെ പുറത്ത്. കള്ളം ഉണ്ട്. തന്നെ കാണാതെ ഞാൻ പോവില്ല. തന്നോട് സംസാരിക്കാതെ ഞാൻ പോവില്ല. എനിക്ക് കാണണ്ട. ഞാൻ പോവില്ല. ഇനിയും സംസാരിക്കാതെ മാറ്റിവെച്ച ഞാൻ ചിലപ്പോ ചത്തുപോകും. താൻ പുറത്തേക്ക് വാ. ഇല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ ഉമ്മർത്ത് വന്നിരിക്കും. നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നതിന്റെ മുമ്പില് എനിക്കെല്ലാം പറയേണ്ടി വരും. രാധിക പ്ലീസ്. ഞാൻ വരാം.
എനിക്കൊരു സത്യം അറിയണം. അതിനാണ് ഞാൻ വന്നത്. എന്താ? ജീവിയെ തനിക്ക് ഇഷ്ടമാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? എന്നിട്ട് പിന്നെ അയാളുടെ താലി തട്ടിത്തെറിപ്പിച്ചത് എന്തുകൊണ്ടാ? ഞാൻ കിട്ടിയ താലിയല്ലേ താൻ എല്ലാവരും ഉയർത്തി കാണിച്ചത്? ഭഗവാന്റെ പേര് പറഞ്ഞെങ്കിലും എന്റെ ഭാര്യയാണെന്നല്ലേ നീ എല്ലാവരോടും സമ്മതിച്ചത്? ദേ, എന്റെ ജീവിതം കൂടുതൽ പരീക്ഷിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. ദേ, നമുക്കൊരു ജീവിതമുണ്ട്. നമ്മൾ ഒന്നിച്ചൊരു ജീവിതം. ദേ, തിരുത്തേണ്ടതെല്ലാം ഇപ്പൊ തിരുത്തിയേ പറ്റൂ. തന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും വിളിച്ച് സത്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് ആറ്റുവശേരിന്ന കുടുംബം ഇല്ലാതായ സമാധാനാവോ? ഒരു കാര്യം ഞാൻ പറയാം. മുമ്പ് എന്റെ വാക്കുകൾ ഏറ്റവും ഇഷ്ടത്തോടെ കേട്ടിരുന്നവര് ഇപ്പൊ എന്നെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ വാക്ക് മാത്രല്ല, എന്റെ ശ്വാസം പോലും മുറിവേൽപ്പിക്കും. ഈ വീട്ടിൽ ഒരു അധികാരം ഇല്ലാത്തവളാ ഞാൻ. ഈ വീട്ടിലുള്ളവരുടെ കനിവ് കൊണ്ട് മാത്രം ജീവനോടെ നിൽക്കുന്നവള്. അവരെന്നെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. വരുൺ, പ്ലീസ് തിരിച്ചു പോ. രാധിക, നീയൊന്ന് മൂളിയാൽ എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ വിവാഹ മണ്ഡപത്തിൽ അന്ന് നടന്നത് താൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാം. പിന്നെ എന്തിനു മറച്ചു വെക്കണം? ഞാൻ ഇന്നലെ അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞു. അച്ഛനെ നിർത്താതെ കരഞ്ഞു. എന്നെ കൊണ്ട് എന്നെ സ്നേഹിച്ചതിന്റെ പേരില്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.